ഹലോ, ഇന്ന് നമ്മളൊരു നല്ലൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ബുള്ളൻ നോട്ട്സും ഫ്രഞ്ച് നോട്ടും പിന്നെ സ്റ്റെം സ്റ്റിച്ചും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ബ്ലൂ കളർ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കളർ നൂലാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റും പിങ്കും. ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഷോൾഡറിൻ്റെ ഒരു സൈഡിലായിട്ടൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. പ്ലെയിൻ കുർത്തിയിലും അല്ലെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നീഡിലും ഇതുപോലെ ത്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെ വേണമെങ്കിലും വരച്ചു കൊടുക്കാം നിങ്ങൾക്ക്. ഇതിപ്പോൾ സ്റ്റെം പോലെ അങ്ങ് വരച്ചാൽ മതി. ഇതുപോലെ വരച്ചു, പിന്നെ കുറച്ച് ബുള്ളിയൻ നോട്ട്സ് ഇവിടെ കൊടുക്കുന്നു, പിന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ വരച്ച് ബ്രാഞ്ചസ് ഒക്കെ പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറച്ചും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം ഇവിടെ. സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാൻ നമ്മളിതുപോലെ എടുത്ത് ഇതിൻ്റെ മിഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, മുകളിലേക്ക് എടുക്കും. ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമ്മുടെ വീഡിയോസ് കിടപ്പുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ. നമുക്കിവിടെ ബ്രാഞ്ചസ് പോലെയൊക്കെ കൊടുക്കാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് ബുള്ളിയൻ ഫ്ലവേഴ്സ് പോലെ, ബുള്ളിയൻ നോട്ട്സ് കൊണ്ടുള്ള ഫ്ലവേഴ്സ്, ബുള്ളിയൻ റോസസ് അല്ല, ബുള്ളിയൻ നോട്ട്സ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ പിങ്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമ്മൾ ഒരു ബഞ്ചായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ 8 ലൂപ്സ് കൊടുത്തു. അപ്പോൾ ഇത്രയും നീളത്തിലാണ് കിട്ടിയേക്കുന്നത്. എന്നിട്ട് നമുക്കതിനെ മുകളിലേക്ക് എടുക്കാം. ഇങ്ങനെ താഴ്ത്തി ഇറക്കാം ഇവിടെ. അതുപോലെ തന്നെ അടുത്ത സൈഡിലോട്ട് ഒരെണ്ണം ചെയ്യും. അതും 8 ലൂപ്സിൻ്റെ നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ 8 കൊടുത്തിട്ട് അതുപോലെ മുകളിലേക്ക് പതുക്കെ എടുക്കാം. അത് ഇവിടെ താഴ്ത്തി ഇറക്കാം ഇതുപോലെ. ഇനി നമ്മൾ ഇതിനകത്തേക്കായിട്ട് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഒരെണ്ണം ഇതിനകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ മുകളിലേക്ക് ചെയ്യാം. അതും നമ്മൾ 8 ലൂപ്സ് തന്നെ കൊടുക്കുക ചെയ്യുന്നത്.
അടുത്തതും അങ്ങനെ തന്നെ കൊടുക്കാം. അടുത്ത സൈഡിലായിട്ട് കൊടുക്കാം. അതുപോലെ 8 ലൂപ്സ് വെച്ചിട്ട് ഇതും പതുക്കെ മുകളിലേക്ക് എടുക്കാം. കണ്ടോ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടുക്കായിട്ട് ഒരെണ്ണം കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബഞ്ചസായിട്ട് ഇവിടെയൊക്കെ കൊടുക്കാം. 3-4 ഇതുപോലെ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇവിടെ ഇനി ഒരെണ്ണം കൊടുക്കാം ഇതുപോലെ. കണ്ടോ, ഇതുപോലെ നമുക്ക് ബഞ്ചസായിട്ട് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് 2-3 എണ്ണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്രാഞ്ചസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ വൈറ്റ് കളർ ത്രെഡ് കൊണ്ട് തന്നെ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അത് ചെയ്യാം. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ഒരു ബഡ്സ് ഒക്കെ പോലെ ഡെക്കറേറ്റ് ചെയ്യാം.
വീണ്ടും ഇതുപോലെ ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു ബ്രാഞ്ച് പോലെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണമെങ്കിലും ചെയ്തെടുക്കാം. ഉണ്ട് ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്കൊരു ചുരിദാറിൻ്റെ ഒക്കെ ഒരു സൈഡിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനിലുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.